ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് 2 kg വെയിറ്റ് വരുന്ന ഒരു ടോൾ കേക്കിൻ്റെ വീഡിയോ കാണാം. ഇതിൻ്റെ ബേക്കിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് വാഞ്ചോയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദയും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കണേ. ഞാനിവിടെ ഓർക്കാണ്ട് 1 kgക്കുള്ളതാണ് ആദ്യം അരിച്ച് മാറ്റിയത്. പിന്നെ ഞാൻ ബാക്കി പകുതി കൂടി അതുപോലെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചേർക്കുമ്പോൾ 2 കപ്പ് മൈദ തന്നെ എടുത്താൽ മതി. നിങ്ങൾ ചെയ്യുമ്പോൾ 2 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് ഒന്ന് അരിച്ച് മാറ്റിയാൽ മതി കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 8 മുട്ട, 1 നുള്ളുപ്പ്, 2 ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതുപോലെ മുട്ട ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 1.5 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി വെള്ള നിറമാകുന്നത് വരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. പഞ്ചസാര കുറേശ്ശെ ചേർത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ബീറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരിയും 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേ പാടുള്ളൂ. ഓവർ ബീറ്റായി പോകരുത്. ഒന്ന് മിക്സായാൽ മാത്രം മതി. ഇത്രയും മതി. ഇനി ഇതിലേക്ക് മൈദ മിക്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യാനായിട്ട് 1/2 കപ്പ് പാൽ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. മൈദാമാവ് കുറേശ്ശെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലൂസാകാനായിട്ട് അല്പം പാൽ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്ററൊക്കെ മിക്സ് ചെയ്തെടുത്തു. ഇതിനകത്ത് നിന്ന് വാനില കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു മാറ്റാം. 7 ഇഞ്ചിൻ്റെ ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ചോക്ലേറ്റ് കേക്കിനും ഒന്ന് വാനില കേക്കിനും വേണ്ടിയിട്ടുള്ളതാണ്. വാനില കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് ഒഴിച്ചു മാറ്റാം. ബട്ടർ പേപ്പർ നല്ല ഹൈറ്റിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബാക്കി ബാറ്ററിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ഇത് കട്ടിയുണ്ടെങ്കിൽ ഒരല്പം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണ്, അതിൽ കൂടരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പാൽ ചേർക്കാവൂ. പിന്നെ ബാറ്റർ വളരെ സാവധാനം തന്നെ മിക്സ് ചെയ്തെടുക്കണം. സ്പീഡിൽ മിക്സ് ചെയ്താൽ ചിലപ്പോൾ ബാറ്റർ താഴ്ന്നു പോകും. അതുകൊണ്ടാണ് വളരെ പതിയെ തന്നെ മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. എനിക്കിവിടെ പാൽ ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇതും 7 ഇഞ്ചിൻ്റെ പാനിലൊഴിച്ച് ഒന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. എയർ ബബിൾസൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്യാനായി വയ്ക്കാൻ. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവുകൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം.
കേക്ക് തണുത്തതിന് ശേഷം ഓരോ കേക്കും 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്യാം. കേക്ക് ബോർഡ് തെന്നിപ്പോകാതിരിക്കാനായിട്ട് ടേൺ ടേബിളിൽ ഒരു ടിഷ്യൂ പേപ്പർ നനച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. ഇനി കേക്ക് തെന്നിപ്പോകാതിരിക്കാനായിട്ട് ഒരല്പം ക്രീം ബോർഡിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് കേക്കൊന്ന് വെറ്റ് ചെയ്യാനായിട്ട് ഞാൻ പാലിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ക്രീം കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്യാം. ഫില്ലിങ്സ് ആയിട്ട് ചോക്ലേറ്റ് ഗനാഷും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. വാനില കേക്ക് വയ്ക്കാം. അത് നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് ക്രീം കൊടുത്തൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിന് ഫില്ലിങ്സ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ സ്ട്രോബെറി ക്രഷ് കൂടി ചേർത്ത് കൊടുത്താൽ കുറേ കൂടി ടേസ്റ്റ് കിട്ടും. പക്ഷേ അതിൻ്റെ അളവ് കൂടരുത്. ഇനി ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ലെയറും നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ലെയറും ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്യാം. ക്രം കോട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് 2-3 സ്റ്റിക്ക് കൂടി കേക്കിൽ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ഹൈറ്റിന് സ്റ്റിക്ക് കൊടുക്കുമ്പോൾ കേക്ക് ചെരിഞ്ഞു പോകത്തില്ല. അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ക്രം കോട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇനി ഈ ലെയർ കൂടി ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്യാം. ഇനി കേക്കിൽ ഇതുപോലെ എന്തെങ്കിലും ഭാഗം തള്ളി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കാം. 7 ഇഞ്ചിൻ്റെ ടിന്ന് തന്നെ ആയിരുന്നാലും ഒരല്പം വ്യത്യാസമുണ്ട് 2 ടിന്നും തമ്മിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ. ടിഷ്യൂ പേപ്പർ കൊണ്ട് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനുശേഷം ഈ കേക്ക് ഒന്ന് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി കേക്ക് ഫൈനലൈസിങ് ചെയ്യാം. അതിനായിട്ട് കുറച്ച് ക്രീമിലേക്ക് കുറച്ച് പിങ്ക് കളർ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ലിക്വിഡ് കളർ ആയതുകൊണ്ടാണ് ഇത്രയും ചേർക്കേണ്ടി വന്നത്. ജെൽ കളർ ആണെങ്കിൽ 1-2 ഡ്രോപ്പ് തന്നെ ധാരാളം മതിയാകും. പിങ്കും ഓഫ് വൈറ്റുമാണ് ഈ കേക്കിന് ഞാൻ കൊടുക്കുന്ന കളറ്. ഇനി കുറച്ച് ക്രീമിലേക്ക് 1 ഡ്രോപ്പ് യെല്ലോ കളർ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫൈനൽ ഡെക്കറേഷൻ കാണാം.
അപ്പോൾ കേക്ക് ഏകദേശം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ടോപ്പേഴ്സൊക്കെയാണ് വെക്കേണ്ടത്. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.